പണ്ടുകാലത്ത് ഈ ലോകം ഉണ്ടായി വരുന്നതിന് മുൻപ് എല്ലായിടത്തും ശൂന്യമായിരുന്നു. ആകാശമോ ഭൂമിയോ നക്ഷത്രങ്ങളോ നമ്മൾ കാണുന്ന ഒരു വസ്തുവും അവിടെ ഉണ്ടായിരുന്നില്ല. അന്ധകാരവും നിശബ്ദതയും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ശൂന്യത. ഈ ശൂന്യതയിൽ നിന്ന് ഒരു താമരപ്പൂവ് പൊട്ടി വിടർന്നു വന്നു എന്ന് പറയപ്പെടുന്നു. ആ താമരപ്പൂവിൻ്റെ ഉള്ളിൽ അതിശക്തനും തേജസ്സുള്ളവനുമായ ഒരു ദൈവം ഇരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവിന് 4 മുഖങ്ങൾ ഉണ്ടായിരുന്നു. ഈ 4 മുഖങ്ങളും 4 ദിക്കുകളിലേക്ക് നോക്കിയിരുന്നു. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. അതുപോലെ അദ്ദേഹത്തിന് 4 കൈകളും ഉണ്ടായിരുന്നു. ഓരോ കൈകളിലും ഓരോ പ്രത്യേക വസ്തുക്കൾ അദ്ദേഹം പിടിച്ചിരുന്നു. ചിലപ്പോൾ വേദപുസ്തകങ്ങൾ, ചിലപ്പോൾ ഒരു ജപമാല, മറ്റു ചിലപ്പോൾ ഒരു പാത്രം നിറയെ വെള്ളം. ബ്രഹ്മാവാണ് ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയതെന്നാണ് വിശ്വാസം. ആകാശത്തിലെ നക്ഷത്രങ്ങൾ, ഭൂമിയിലെ മലകളും പുഴകളും, കാടുകളിലെ മരങ്ങളും ചെടികളും, കടലിലെ മത്സ്യങ്ങളും, ആകാശത്തിലെ പക്ഷികളും, നമ്മളെപ്പോലുള്ള മനുഷ്യരും എല്ലാം ബ്രഹ്മാവാണ് സൃഷ്ടിച്ചത്. ബ്രഹ്മാവ് എങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടാക്കിയതെന്നറിയാമോ? അദ്ദേഹം ആദ്യം തൻ്റെ മനസ്സിൽ ഈ ലോകത്തിൻ്റെ ഒരു ചിത്രം വരച്ചു. എന്തൊക്കെ ഉണ്ടാകണം, എങ്ങനെയായിരിക്കണം എന്നെല്ലാം അദ്ദേഹം ചിന്തിച്ചു. ആ ചിന്തകളിൽ നിന്നാണ് ഈ ലോകം യാഥാർത്ഥ്യമായത് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഓരോ ജീവജാലങ്ങളുടെയും വ്യത്യസ്ത രീതിയിലാണ് സൃഷ്ടിച്ചത്. ചിലതിന് പറക്കാൻ കഴിവ് നൽകി, ചിലതിന് നീന്താൻ, ചിലതിന് ഓടാനും ചാടാനും. ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകളും കഴിവുകളും ബ്രഹ്മാവ് നൽകി. ബ്രഹ്മാവ് ഈ ലോകം സൃഷ്ടിച്ചതിന് ശേഷം അതിനെ പരിപാലിക്കുന്ന ജോലി വിഷ്ണുവിനാണ് നൽകിയത്. ലോകത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അതിനെ നശിപ്പിച്ച് വീണ്ടും പുതിയത് തുടങ്ങാനുള്ള അധികാരം ശിവനാണ് നൽകിയത്. അങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടിയുടെ കർത്താവായും വിഷ്ണു സംരക്ഷകനായും ശിവൻ സംഹാരകനുമായി അറിയപ്പെടുന്നു. ഈ 3 പേരെയും ചേർത്ത് ത്രിമൂർത്തികൾ എന്ന് വിളിക്കുന്നു. ബ്രഹ്മാവിന് സരസ്വതി ദേവി എന്നൊരു ഭാര്യയുണ്ട്. സരസ്വതി ദേവി വിദ്യയുടെയും കലയുടെയും സംഗീതത്തിൻ്റെയും ദേവതയാണ്. ബ്രഹ്മാവിൻ്റെ ദൃഷ്ടിക്ക് സരസ്വതി ദേവിയുടെ അറിവും പ്രചോദനവും ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബ്രഹ്മാവിനെ സാധാരണയായി അത്രയധികം ആളുകൾ ആരാധിക്കാറില്ല. അതിനൊരു കാരണം പറയപ്പെടുന്നത് അദ്ദേഹം ഈ ലോകം സൃഷ്ടിച്ചതിന് ശേഷം തൻ്റെ ജോലി പൂർത്തിയായി എന്ന് കരുതി വിശ്രമിക്കാൻ പോയി എന്നാണ്. അതുകൊണ്ട് വിഷ്ണുവിനെയും ശിവനെയും പോലെ അദ്ദേഹത്തിന് അത്ര പ്രാധാന്യം ലഭിച്ചില്ല. എങ്കിലും ബ്രഹ്മാവാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അദ്ദേഹം ഇല്ലാതെ ലോകം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാ സൃഷ്ടിയുടെയും പിതാവായി ബ്രഹ്മാവിനെ കണക്കാക്കുന്നു. ഓരോ കാലഘട്ടത്തിലും ബ്രഹ്മാവ് പുതിയ ലോകത്തെ സൃഷ്ടിക്കുന്നു എന്നാണ് വിശ്വാസം. ഈ കാലഘട്ടം തീരുമ്പോൾ ശിവൻ ആ ലോകത്തെ നശിപ്പിക്കുകയും വീണ്ടും ബ്രഹ്മാവ് പുതിയൊരു ലോകം സൃഷ്ടിക്കുകയും ചെയ്യും. ഇതൊരു വലിയ പ്രപഞ്ച ചക്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ബ്രഹ്മാവിൻ്റെ വാഹനം അരയന്നമാണ്. അരയന്നം വിവേകത്തിൻ്റെയും അറിവിൻ്റെയും പ്രതീകമാണ്. ബ്രഹ്മാവ് എപ്പോഴും അറിവിനെയും സത്യത്തെയും പിന്തുടരുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ബ്രഹ്മാവിൻ്റെ ഓരോ ദിവസവും ഒരുപാട് വർഷങ്ങൾക്ക് തുല്യമാണത്രേ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലവും വളരെ വലുതാണ്. ഒരു ബ്രഹ്മാവിൻ്റെ കാലഘട്ടം കഴിയുമ്പോൾ പ്രളയം വരികയും എല്ലാ സൃഷ്ടിയും നശിക്കുകയും ചെയ്യും. പിന്നീട് വീണ്ടും പുതിയൊരു ബ്രഹ്മാവ് വന്ന് പുതിയൊരു ലോകം സൃഷ്ടിക്കും. ബ്രഹ്മാവിൻ്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലോകം വെറുതെ ഉണ്ടായതല്ല എന്നാണ്. അതിനൊരു തുടക്കമുണ്ടായിരുന്നു. ആ തുടക്കം കുറിച്ചത് ബ്രഹ്മാവാണ്. അതുപോലെ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാകും എന്നതും ഈ കഥ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ കാണുന്ന ഈ മനോഹരമായ ലോകം ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാണെന്ന് ഓർക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നില്ലേ? ഇത്രയും വലിയൊരു ലോകം ഒരു ദൈവം തൻ്റെ ചിന്തകൾ കൊണ്ട് ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കാൻ കൗതുകം തോന്നുന്നു അല്ലേ? ബ്രഹ്മാവിൻ്റെ കഥ ഒരു വലിയ കടൽ പോലെയാണ്. അതിലൊരുപാട് കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മുതിർന്നവരോട് ചോദിച്ചാൽ അവർ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും. ഓർക്കുക, ബ്രഹ്മാവാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അദ്ദേഹമാണ് ഈ ലോകം നമുക്ക് സമ്മാനിച്ചത്. അതുകൊണ്ട് എല്ലാ സൃഷ്ടിയെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമ്മൾ പഠിക്കണം. ബ്രഹ്മാവിൻ്റെ ഈ ലളിതമായ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത തവണ താമരപ്പൂവിനെ കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ വലിയ സൃഷ്ടികർത്താവിനെ ഓർക്കുക.